ഇന്ന് കുചേല ദിനം. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനം ആയി ആചരിച്ചു വരുന്നത്. കുചേലനെ അല്ലെങ്കിൽ കുചേല വൃത്തം മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ളത് രാമപുരത്ത് വാര്യരുടെ വഞ്ചിപ്പാട്ടിലൂടെയാണ്. എന്നാൽ ഭാഗവതത്തിലും നാരായണീയത്തിലും വളരെ വ്യക്തമായി കുചേലഗതി പ്രതിപാദിച്ചിട്ടുണ്ട്. അതില് നാരായണീയത്തില് വളരെ രസകരമായ കുചേലന്റെ പേരിനെ പറ്റിയുള്ള വിവരണങ്ങള് ആചാര്യന്മാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. കുചേലന്റെ യഥാർത്ഥത്തിലുള്ള പേര് സുധാമാവ് എന്നായിരുന്നു. കുചേലൻ എന്ന വാക്കിന്റെ അർത്ഥം കുചേലൻ, കീറിയ വസ്ത്രം, കീറിയ ചേല ധരിക്കുന്ന ആള് അല്ലെങ്കിൽ മോശപ്പെട്ട വസ്ത്രം ധരിക്കുന്ന ആള് എന്ന അർത്ഥത്തിലാണ് കുചേലൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. അന്ന് കാലത്ത്, പണ്ട് കാലത്തൊക്കെ ദാരിദ്ര്യമുള്ളവര്, പൈസ ഇല്ലാത്തവരായിരുന്നു കീറിയ വസ്ത്രമൊക്കെ ധരിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അല്ലെ. പണക്കാര കുട്ടികളും കീറിയ വസ്ത്രം ധരിക്കുന്നത് ഒരു പരിഷ്കാരമായിട്ടുണ്ട്. പരിഷ്കാരത്തിന്റെ പേരിലും ഇന്ന് കീറിയ വസ്ത്രം ധരിക്കുന്നുണ്ട്. പല കോമഡിയിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഫാഷൻ ഷോയിലൊക്കെ വരുമ്പോ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ വരണേ എന്ന് പറയും അല്ലെ. അപ്പൊ അന്ന് കാലത്ത് ദാരിദ്ര്യം കൊണ്ടായിരുന്നു കീറിയ വസ്ത്രം ധരിച്ചിരുന്നത്. സുധാമാവ് അല്ലെങ്കിൽ കുചേലൻ എന്ന് പറയുന്നത് സാധുവായ ഭക്തനായ ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തില് ശ്രീകൃഷ്ണന്റെ സതീർത്ഥ്യനായിരുന്നു. അവരൊരുമിച്ചാണ് ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. സാന്ദീപനി മഹർഷിയുടെ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ശ്രീകൃഷ്ണൻ വന്ന് ദ്വാരകാധീശനായി. കുചേലൻ സാധാരണ പോലെ വിവാഹമൊക്കെ കഴിച്ച് ഗൃഹസ്ഥാശ്രമിയായി. എങ്കിലും അദ്ദേഹത്തിന് ഭക്തിയിലും പൂജയിലൊക്കെ വളരെ വിശ്വാസമായിരുന്നു. ഈ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ദാരിദ്ര്യ നിമിത്തം നമ്മൾ ശ്രീകൃഷ്ണനെ കാണാൻ പോയതും, അദ്ദേഹം അവിടെ ചെന്നപ്പോ നല്ല സ്വീകരണം ലഭിച്ചതും, അത് കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയപ്പോ ദ്വാരകാ സദൃശമായ ഒരു വലിയ കൊട്ടാരവും ലക്ഷ്മി ദേവി സമാനയായിട്ട് ഭാര്യ സർവാഭരണ വിഭൂഷിതയായിട്ട് പത്നി ഇറങ്ങി വരുന്നതും ഈ കഥയൊക്കെ നമുക്ക് സുപരിചിതമാണ് അല്ലെ. അപ്പൊ കുചേലന്റെ ജന്മനാട് ഗുജറാത്തിലെ പോർബന്തറിലാണ്. സുധാമാപുരി എന്നാണ് ആ നാട് അറിയപ്പെടുന്നത്. ഇവിടുന്ന് കാൽനടയായിട്ടാണ് ഇത്രേ കൃഷ്ണനെ തേടി കുചേലൻ ദ്വാരകയിൽ എത്തിയത്. ഐതിഹ്യ കഥയ്ക്ക് തെളിവെന്ന പോലെ ഇപ്പോഴും സുധാമ ക്ഷേത്രം അവിടെ തല ഉയർത്തി നിൽപ്പുണ്ട്. ഗുജറാത്തില് സൗരാഷ്ട്രയിൽ അറബിക്കടലിന്റെ തീരത്താണ് പൗരവേലുകൾ എന്ന് 10ാം നൂറ്റാണ്ട് വരെ അറിയപ്പെട്ടിരുന്ന പോർബന്തർ. ഗാന്ധിജിയുടെയും ജന്മനാടായ പോർബന്തറിനോട് ചേർന്നുള്ള സുധാമാപുരി. അവിടെ അത് ചരിത്രാതീത കാലം തൊട്ട്, ചരിത്രകാലത്തിന് മുമ്പ് തൊട്ടേ അവിടെ തീർത്ഥാടന കേന്ദ്രമാണ്. പിന്നെ കുചേലന്റെ പേരിനെ പറ്റിയിട്ട് നാരായണീയം വ്യാഖ്യാനിക്കുന്ന ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ള ഒരു കഥ ഇവിടെ ഷെയർ ചെയ്യാണ്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയം രചിച്ചിട്ടുള്ളത് ഭഗവാനോട് നേരിട്ട് സംവാദം നടത്തുന്ന പോലെയാണ്. അപ്പോ നാരായണീയം രചിക്കുന്ന സമയത്ത് അവിടെ ആകെ ഒരേ ഒരു ശ്രോതാവേ ഉള്ളൂ. അത് ഒരു ബാലരൂപത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ മേൽപ്പത്തൂരിന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്ന ഭാവനയാണ് മേൽപ്പത്തൂര് നാരായണീയം രചിച്ചിട്ടുള്ളത്. അങ്ങനെ ഗുരുവായൂർ വന്ന് താമസിച്ച് നാരായണീയ രചന നടക്കുന്ന കാലഘട്ടം 87ാമത്തെ ദിവസമായി. അങ്ങനെ കുളിച്ചു വന്ന് രചനയ്ക്കായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ വിചാരിക്കുകയാണ്, ആചാര്യന്മാര് വ്യാഖ്യാനിക്കുന്നതാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഭഗവാൻ വിചാരിക്കുകയാണ്, ഇന്നലെ വരെയുള്ള ഭാഗവത കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ നാരായണീയം രചിക്കുന്നത്. അപ്പൊ ഇന്നലെ വരെയുള്ള കഥകൾ കഴിഞ്ഞു. ഇന്ന് പറയാനുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സതീർത്ഥ്യ സംഘമാണ്, കുചേലഗതിയാണ്. കുചേലഗതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് പറയാൻ പോണത്. അത് എങ്ങനെയാണാവോ മേൽപ്പത്തൂര് തുടങ്ങുക എന്ന് വിചാരിച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ കൗതുകത്തോടുകൂടി കാത്തിരിക്കുമ്പോ മേൽപ്പത്തൂര് തുടങ്ങുവാണ്. എന്താ തുടങ്ങണേ? 87ാമത്തെ ദശകത്തില് 1ാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കുചേല നാമ ഭവത സതീർത്ഥ്യ. അപ്പോ അത് കേട്ടപ്പോ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുവാണേ, കുചേലൻ എന്നല്ല എന്റെ സതീർത്ഥ്യന്റെ പേര്. എന്റെ സതീർത്ഥ്യന്റെ പേര് സുധാമ എന്നാണ്. വീണ്ടും ഭട്ടതിരിപ്പാട് പറയുവാണ്, കുചേല നാമ ഭവത സതീർത്ഥ്യ. അപ്പോ ഭഗവാൻ പറയുവാണ്, കുചേലൻ എന്നല്ല പേര്, സുധാമ എന്നാണ് പേര് എന്ന് പറയുവാണ്. അപ്പോ നമ്മുടെ ഭട്ടതിരിപ്പാട് പറയുവാണേ,
അവിടെ തന്നെ കുളിച്ച് തൊഴുത് അവിടുത്തെ പ്രസാദമൊക്കെ കഴിച്ചുകൊണ്ടാണല്ലോ താമസിക്കുന്നത് മേൽപ്പത്തൂര്. അങ്ങനെ തലേ ദിവസം പ്രസാദ ഊട്ടിന് ചെല്ലുമ്പോ അവിടെ ഒരു വരിയില് ആദ്യത്തെ വരിയിൽ ഒരു കസേര ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഈ വിളമ്പണ ആളോട് അവിടെ തൊട്ടടുത്തിരുന്നിരുന്ന ഒരാള് പറഞ്ഞു, അവിടെ എന്തിനാണ് ഒരു കസേര ഒഴിച്ചിട്ടിരിക്കുന്നത്, അവിടെ ആളെ ഇരുത്തിക്കൂടെ എന്ന് പറഞ്ഞു. അപ്പോ വിളമ്പുകാരൻ പറയുവാണ്, അത് ആ വാദക്കാരൻ പട്ടേരിക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് വാദക്കാരൻ പട്ടേരി എന്ന് പറഞ്ഞത്? വാദരോഗം മാറാൻ വേണ്ടിയിട്ടായിരുന്നു ഭട്ടതിരിപ്പാട് ഗുരുവായൂർ ചെന്ന് താമസിച്ച് നാരായണീയം രചന നടത്തിയത്. അപ്പൊ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിരിക്കാനും കസേരമ കയറിയിരിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാലുവേനയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അറ്റത്ത് സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്നത്. അതാണ് വാദരോഗക്കാരൻ പട്ടേരി എന്ന്. വാദക്കാരൻ പട്ടേരി വരുമല്ലോ, പട്ടേരിക്ക് ഒഴിച്ചിട്ടിരിക്കുകയാണ് അത് എന്നാണ് പറഞ്ഞത്. അപ്പോ ആ വിളമ്പുകാരൻ പറഞ്ഞത് മേൽപ്പത്തൂര് വരുന്നുണ്ട് അല്ലെങ്കിൽ ഭട്ടത്തിരി വരുന്നുണ്ട് എന്നൊന്നും അല്ലല്ലോ, വാദക്കാരൻ പട്ടേരി വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഞാനിവിടെ ഇത്രയും ദിവസമായി വന്നിരുന്ന നാമം ജപിച്ച് ഇതെങ്ങനെ എഴുതണ്ട്, എന്നെ ഭഗവാൻ കണ്ടോ കണ്ടില്ലേ എന്ന് എനിക്കൊന്നും അറിയണ്ടേ, അതിനു വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷെ മേൽപ്പത്തൂര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. പിന്നെ പറയുവാണ്, ഭഗവാൻ കടാക്ഷിക്കാൻ നേരം വൈകിയോണ്ടല്ലേ കുചേലന് അങ്ങനെ കുചേലൻ എന്നുള്ള പേര് വരാനിടയായത്. ഭഗവാൻ നേരത്തെ തന്നെ കടാക്ഷിക്കുമായിരുന്നെങ്കിൽ കുചേലൻ കുചേലനാവില്ലായിരുന്നോ? അന്നേ അയാൾക്ക് ആ സാധു ബ്രാഹ്മണന് സമ്പൽ സമൃദ്ധി കിട്ടിപ്പോയേനെ എന്നും കൂടി ഒരു അർത്ഥം അവിടെ വെക്കുകയാണ്. അപ്പോ എന്നെ കണ്ടിട്ടുണ്ടോ, ഞാനിവിടെ വന്ന് ഭജിക്കുന്നത് അങ്ങ് കാണുന്നുണ്ടോ എന്ന് ഭഗവാനോട് ഭട്ടത്തിരി ചോദിക്കുന്നതായിട്ടാണ് അവിടെ ഒരു വ്യംഗ്യാർത്ഥം കൊടുത്തിട്ടുള്ളത്. അതാണ്. അപ്പോ ഭഗവാൻ ഒരുപക്ഷെ ചിന്തിച്ചു കാണും, ശരിയാണ്, ഞാൻ എന്റെ സതീർത്ഥ്യനെ കാണാൻ പരിഗണിക്കാൻ സമയം എടുത്തു, അതുകൊണ്ട് ആ പേര് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാവാം ഒരു പക്ഷേ നാരായണീയത്തിൽ ആ ശ്ലോകം അങ്ങനെ തുടങ്ങുന്നത്, കുചേലനാമ ഭവതസ്വതീർത്ഥ്യ എന്ന് തുടങ്ങുന്നേ എന്ന് പറയുകയാണ്. ഇനി നമുക്ക് നോക്കാം, ഭാഗവതത്തില് ദശമസ്കന്ധത്തിലെ കുചേലഗതി എന്ന ഭാഗത്താണ് പിന്നെ നമുക്ക് കൂടുതലായിട്ട് കുചേലനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. രാമപുരത്ത് വാര്യരുടെ വഞ്ചിപ്പാട്ടിലൂടെയാണ് നമുക്ക് കൂടുതൽ പരിചയമെങ്കിലും ഭാഗവതത്തിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ കുചേലഗതിയിൽ പറയുന്ന കാര്യം നോക്കുമ്പോ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനും കൂടി സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ച് പഠിക്കുകയായിരുന്നു. അവിടെ നിന്ന് പിരിഞ്ഞതിന് ശേഷം അവര് പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകാധീശനായി, കുചേലൻ ഗൃഹസ്ഥാശ്രമിയായി ഭക്തിയും പൂജയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്, ദരിദ്രനാണ്. അപ്പോ അന്നത്തെ ആഹാരത്തിനുള്ള അഷ്ടിക്കുള്ള വക പോലും ഇല്ല, ഭിക്ഷാടനം നടത്തിയിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. അങ്ങനെ പട്ടിണി സഹിക്ക വയ്യാതായപ്പോ ഒരു ദിവസം അദ്ദേഹത്തിന്റെ പത്നി അദ്ദേഹത്തോട് പറയുവാണ്, എന്താ പറയണേന്നറിയോ, ഇത്രയും ദാരിദ്ര്യത്തിൽ ഇരിക്കുമ്പോഴും നമ്മുടെ കുചേലൻ ഇടയ്ക്കിടെ പറയുമായിരുന്നു, ദ്വാരകാധീശൻ എന്റെ സതീർത്ഥ്യനാണ്, എന്റെ കൂട്ടുകാരനാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, ബലരാമനും ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, ഞാൻ അവരുടെ നടുവിലാണ് ഇരുന്നിരുന്നത് എന്നൊക്കെ കൂടെ പത്നിയോട് പറയുമായിരുന്നു. ഈ കൊടിയ ദാരിദ്ര്യത്തിലും ആ സാധു സ്ത്രീ മറുത്തൊന്നും പറയാതെ ശരി ശരി എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ കുട്ടികൾക്ക് പോലും ദാരിദ്ര്യം അങ്ങനെ കണ്ട് സഹിക്ക വയ്യാതായപ്പോ, ഏറ്റവും വലിയ ദുഃഖമാണ് ദാരിദ്ര്യ ദുഃഖം എന്ന് പറയൂ അല്ലെ, അപ്പോ അങ്ങനെ സഹിക്ക വയ്യാതെ ആ സാധു സ്ത്രീ പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ, പൃഥ്യൂസ്വരോത്തമ സർവൈക സമ്മത സദ്ഗുണമൂർത്തെ സർവജ്ഞ മമ കാന്ത നിർമ്മലയാമെന്റെ വാക്കുകൾ കേൾക്കണം. എത്ര സാധുവായിട്ടാണ് അവർ അവതരിപ്പിക്കണം നോക്കുക. അത്രയും കഷ്ടപ്പാടുകൾക്കിടയിൽ ജീവിക്കുന്ന ഒരാള് സാധാരണ ഭവനങ്ങളിലാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടായിരിക്കും പറയുക അല്ലെ. പക്ഷെ എങ്ങനെയാണ് ഒരു കാര്യം അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അവര് പറയുന്നുണ്ട്, നമ്മളെ സഹായിക്കാനായിട്ട് വേറെ ബന്ധുക്കളില്ല, നമുക്ക് സമ്പത്തില്ല, അപ്പൊ ദാരിദ്ര്യം മാറാനെങ്കിലും. അപ്പോ നമ്മുടെ കുചേലൻ പരമഭക്തനാണ്. കുചേലൻ പറയുന്നുണ്ട്, ഞാൻ എന്റെ ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് ഭഗവാനെ ചെന്ന് കാണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴും പത്നി പറയുന്നത്, ഇന്ന് ഭവാൻ ചെന്ന് മാധവം കാണുകിൽ ഇന്നു നമുക്കു ദാരിദ്ര്യവും തീർന്നിടും.
ദാരിദ്ര്യം തീരണമെന്ന് മാത്രമേ ആ സാധ്യ ആഗ്രഹിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഭർത്താവിന് യാചിച്ചു കിട്ടിയ അവില് പൊതിഞ്ഞു കെട്ടി കൊടുത്തയക്കുകയാണ്. അവിടെ ചെല്ലുമ്പോ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഓടി വന്നു സ്വീകരിക്കുന്നുണ്ട്. ഒരു പിടി അവില് വാരുന്നുണ്ട്. രണ്ടാമത്തെ പിടി അവില് വാരുമ്പോ രുക്മിണി ദേവി, ലക്ഷ്മി ദേവിയുടെ അവതാരമായ രുക്മിണി ദേവി കൈയെടുത്ത് തടയുന്നുണ്ട് അല്ലെ. ആ കഥയൊക്കെ നമുക്ക് സുപരിചിതമാണ്, അതൊന്നും പറയുന്നില്ല. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിലോ ചെല്ലുമ്പോ എന്താ പറയണത്, എന്താ വിശേഷങ്ങള്, പിരിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടിട്ടില്ലല്ലോ, എന്റെ തിരക്കുകൾക്കിടയിൽ ഞാൻ തിരക്കാനും വിട്ടുപോയി എന്നാണ് പറയുന്നത്. ചിലപ്പോ നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മളെ കാണുമ്പോൾ നമ്മളായിരിക്കും ഒരു പക്ഷെ അങ്ങോട്ട് അന്വേഷിക്കുക. അപ്പോഴും പറയും ഓ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ആയിരിക്കും ഒരു പക്ഷെ ചോദിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ സാത്വികരായ ആളുകൾ എങ്ങനെയൊക്കെയാണ് പെരുമാറണേന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അല്ലെ. അപ്പോ പഴയ കാര്യങ്ങള്, ഒരുമിച്ച് പഠിച്ച കാലത്തെ കാര്യങ്ങള്, അന്ന് ആശ്രമത്തിലുണ്ടായിരുന്ന കാര്യങ്ങള് ഒക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഭഗവാൻ കുചേലനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. സദ്ഗുരു തന്നെ കാരുണ്യമുണ്ടെങ്കിൽ സദ്ഗുണമൊക്കെയും വന്നുകൂടും തൃണാം. അന്നേരം നമ്മുടെ കുചേലൻ വിചാരിക്കുകയാണ്, ഈ സകല കലാവിദ്യകളും ഈ നാനാചരാചര ലോകത്തിനൊക്കെയും സ്ഥാനമായി നിൽക്കും പരമഗുരു ഭവാൻ. പിന്നെയും സദീപനി ഗുരുവിനെ ഗുരുവായിട്ട് കണ്ട് ഗുരുദക്ഷിണ കൊടുത്തതും കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുകൊടുത്തതും ഒക്കെ ഓർക്കുകയാണ്. എന്നിട്ടും ഭഗവാന്റെ ഓരോ ലീലകളെ എന്നാണ് ഇദ്ദേഹം കുചേലൻ മനസ്സില് വിചാരിക്കുന്നത്. അങ്ങനെ അന്നൊരു ദിവസം അവിടെ താമസിക്കും. ഭഗവാന്റെ സഫർമഞ്ച കട്ടിലൊക്കെ ഉറങ്ങി പിറ്റേ ദിവസം തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്താ ഉണ്ടാവുന്നത്, അവിടെ ദ്വാരകാപുരി പോലെ തന്നെ മനോഹരമായ, കൊട്ടാരം പോലെ മനോഹരമായ ഒരു വീട്ടില് ലക്ഷ്മി ദേവിക്ക് സമാനയായിട്ട് പത്നി സർവാഭരണ വിഭൂഷിതയായിട്ട് ഇറങ്ങി വരുന്നതാണ് കുചേലൻ കാണുന്നത്. എന്നിട്ടും ആ സമ്പത്തിലൊന്നും മതിമറക്കാതെ അദ്ദേഹം സാത്വികനായി തന്നെ ഭക്തിയോടുകൂടി ജീവിതം ജീവിച്ചു തീർത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കുചേല ഗതി തീരുന്നത് ഇവിടെ എങ്ങനെയാണ് ഭാഗവതത്തില്. സർവാത്മകൻ ചരിതമിതു നിത്യവും സർവജനങ്ങളും ചൊൽകിലും കേൾക്കിലും സർവധന സുഖം വേഗമുണ്ടായി വരും സർവാത്മകൻ കൃപ സാധിച്ചുകൊള്ളുവിൻ. സർവാത്മകൻ കൃപ സാധിച്ചുകൊള്ളുവിൻ. അപ്പോ ഭഗവത് സ്മരണം എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഏത് സമ്പത്തിലും ഏത് ക്ലേശങ്ങളിലും നമുക്ക് ഭഗവത് സ്മരണ ഉണ്ടാവണം. ഭഗവത് സ്മരണയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുമ്പോ നമ്മള് തെറ്റുകളൊന്നും ചെയ്യില്ല എന്നുള്ളതാണ്. ഈ കർമ്മത്തിന്റെ ബാക്കി നമ്മള് അനുഭവിക്കേണ്ടി വരും, കർമ്മഫലങ്ങൾ നമ്മള് അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു വിചാരം നമുക്ക് ഉണ്ടായി കഴിയുമ്പോ പിന്നെ നമ്മള് തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ കുചേലൻ എങ്ങനെ ദരിദ്രനായി എന്നുള്ളതിനൊരു ഐതിഹ്യമുണ്ട്. ഒരു ഗ്രാമത്തില് ഭക്തയായ ഒരു ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നു. അവര് തികഞ്ഞ ദാരിദ്ര്യമുള്ളവരായിരുന്നു. ദിവസേന ഭിക്ഷയെടുത്ത് ജീവിതം കഴിക്കുകയായിരുന്നു. കിട്ടുന്നത് എന്തോ അത് ഭഗവാന് നിവേദിച്ച് മറ്റുള്ളവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് മാത്രം ഒരു പ്രസാദമായിട്ടാണ് അവര് കഴിച്ചു കൂട്ടിയിരുന്നത്. മിക്ക ദിവസങ്ങളിലും ഒരു മുഴുപട്ടിണിയായിരുന്നു. ഒരു ദിവസം അവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭിക്ഷ എടുത്തിട്ട് അവർക്ക് ഒരു ചെറിയ പൊതി കടലയാണ് കിട്ടിയത് കേട്ടോ. അപ്പോ അത് അവര് ദേഹശുദ്ധിയൊക്കെ വരുത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് അന്ന് കിട്ടിയ കടല ഭഗവാൻ വാസുദേവന് നിവേദിച്ചു. എന്നിട്ട് പ്രാർത്ഥനയോട് ചെയ്തിരുന്നപ്പോ അവര് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രസാദമായിട്ട് നിവേദ്യം കഴിക്കാമെന്നാണ് അവര് വിചാരിച്ചത്. പക്ഷെ അവര് നാമം ജപിച്ച് അങ്ങനെ ഉറങ്ങിപ്പോയി. അന്നത്തെ ദിവസം ആ ബ്രാഹ്മണിയുടെ കുടിലിലേക്ക് എന്തെങ്കിലും ധനം ഉണ്ടെങ്കിൽ മോഷ്ടിക്കാം, കട്ടെടുക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് കള്ളന്മാര് കയറി വരികയാണ്. അപ്പൊ ഈ ബ്രാഹ്മണി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ഈ കിഴിക്കെട്ടുണ്ട്. അപ്പൊ അവരവിടെയൊക്കെ പരിധി നോക്കിയപ്പോ അവര് വിചാരിച്ചു ഈ കിഴിക്കെട്ടിൽ എന്തെങ്കിലും വില പിടിച്ച സാധനങ്ങളാവും എന്ന് വിചാരിച്ചിട്ട് അവര് അത് അവിടെ നിന്ന് എടുത്തു. അപ്പോ ആ സമയത്ത് ബ്രാഹ്മണി ഉണർന്നു. അപ്പൊ ഈ കടല പൊതി അവരുടെ കയ്യിൽ ഇരിക്കുകയാണ്. ബ്രാഹ്മണി ഉണർന്നു. അവര് വിചാരിച്ചത് വല്ല സ്വർണ്ണാങ്ങനാവുന്നു. ബ്രാഹ്മണി ഉണർന്ന് നിലവിളിക്കാൻ തുടങ്ങിയപ്പോ ഈ കള്ളന്മാർ എന്ത് ചെയ്തു, ഇതും കൊണ്ട് ഈ കടലപ്പൊതിയും കൊണ്ട് അവര് ഓടിപ്പോവുകയാണ്.
അങ്ങനെ ആ കടലപ്പൊതിയും കൊണ്ട് അവര് ഓടിപ്പോയിട്ട് പിന്നെ ചെന്ന് കയറുന്നത് എവിടെയാണ്? സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലാണ്. അപ്പൊ അന്ന് കാലത്ത് അവിടെ ആര് താമസിക്കുന്നുണ്ട്? നമ്മുടെ സുദാമാവ്, കുചേലനും ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ അന്ന് അവിടെ വിദ്യ അഭ്യസിക്കുന്നതിനായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കള്ളന്മാര് ഈ കടലപ്പൊതി അവിടെ ഉപേക്ഷിച്ചു. അവരവിടെ നിന്നും രക്ഷപ്പെട്ടു. അപ്പോ ഈ കടലപ്പൊതി പോയപ്പോ ബ്രാഹ്മണി ഒരു ശാപം വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കടലപ്പൊതി ആരാണോ ഭക്ഷിക്കുന്നത്, ഈ കടല ആരാണോ ഭക്ഷിക്കുന്നത്, അവര് ദരിദ്രരായി പോട്ടെ എന്നൊരു ശാപം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുദാമാവും കൃഷ്ണനും കൂടിയിട്ട് കാട്ടില് വിറക് കൊണ്ടുവരാൻ പോകുമ്പോ ഗുരുപത്നി ഈ ഒരു പൊതി എടുത്തിട്ട് കൊടുക്കുകയാണ്. ഗുരുമാതാവ് ആ പൊതി സുദാമാവിന് കൊടുത്തിട്ട് പറഞ്ഞു, കുട്ടികള് കാട്ടിലേക്ക് പോകുന്ന സമയത്ത് വിശപ്പ് തോന്നിയാല് ഇത് നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. സുദാമാവിനാണെങ്കിൽ ജന്മനാ തന്നെ സുദാമാവ് ഒരു ബ്രഹ്മജ്ഞാനിയായിരുന്നു. അപ്പോ ആ പൊതി കൈ കിട്ടിയപ്പോ തന്നെ അതിന്റെ രഹസ്യം സുദാമാവിന് മനസ്സിലായി. അപ്പൊ സുദാമാവ് വിചാരിച്ചു, ഗുരുമാതാവ് നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ടാണ് കടല തന്നിട്ടുള്ളത്. എന്നാൽ ഞാനിത് ത്രിഭുവനപതിയായ കൃഷ്ണന് കഴിക്കാൻ കൊടുത്താല് എല്ലാ സൃഷ്ടികളും എന്താവും? ദരിദ്രരായി തീരും അല്ലെ? അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ പ്രഭു ഒരിക്കലും ദരിദ്രനാവാൻ പാടില്ല. ഇത് ഞാൻ തന്നെ കഴിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ തന്നെ കഴിക്കും, കൃഷ്ണന് കൊടുക്കില്ല എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ സുദാമാവ് സ്വയം ആ കടല മുഴുവൻ കഴിച്ചു. ദരിദ്രനാവാനുള്ള ശാപം സ്വയം ഏറ്റെടുത്തു. എന്നാൽ തന്റെ മിത്രമായ ശ്രീകൃഷ്ണന് ദാരിദ്ര്യം വരെ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് കടല കൊടുത്തില്ല. അപ്പൊ നമ്മളെ എങ്ങനെയായിരിക്കണം നമ്മുടെ മിത്രങ്ങളെ കരുതുന്നത്? നമ്മുടെ മിത്രങ്ങൾക്കായാലും ശത്രുക്കൾ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോ മിത്രങ്ങൾക്ക് ദോഷം വരുത്താത്ത രീതിയിൽ വേണം നമ്മൾ പെരുമാറാനായിട്ട്, അല്ലെ? സുഹൃത്ത് ബന്ധത്തിന് എത്രത്തോളം ആഴവും പരപ്പവും ഉണ്ട് എന്നുള്ളതാണ് ശ്രീകൃഷ്ണന്റെയും കുചേലന്റെയും ബന്ധം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ജീവിത യാത്രയില് പലരും പല തട്ടുകളിൽ എത്തിച്ചേർന്നേക്കാം. എങ്കിലും അവരുടെ ആ ഒരു സ്നേഹബന്ധത്തിന് ഒരു കോട്ടവും സംഭവിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം അവര് കണ്ടുമുട്ടിയപ്പോഴും ഇന്നലെ കണ്ടുമുട്ടിയതുപോലെ അവര് പെരുമാറി. ഒരാള് മറ്റേയാൾക്ക് താങ്ങായിട്ട് തണലായിട്ട് നിന്നു. കടലപ്പൊതി കഴിക്കുന്ന സമയത്ത് സുദാമാവ് എന്താ വിചാരിച്ചേ? എന്റെ മിത്രത്തിന് ഒരു ദോഷവും വരരുത് എന്ന് വിചാരിച്ചു, അല്ലെ? അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം സുദാമാവ് ശ്രീകൃഷ്ണനെ കാണാൻ വന്നപ്പോ ശ്രീകൃഷ്ണൻ എന്താ വിചാരിച്ചത്? ഈ സാധുവിന് സമ്പത്തിലൊന്നും വലിയ ആഗ്രഹമൊന്നും ഇല്ല, എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. എങ്കിലും ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും പത്നിയും കുട്ടികളും ഒന്നും കഷ്ടപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ട ഐശ്വര്യം ഭഗവാൻ കൊടുത്തു. എന്നാ സുദാമാവ് അദ്ദേഹത്തിനോട് എന്തെങ്കിലും ചോദിച്ചോ, എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ അത് അറിഞ്ഞ് പ്രവർത്തിച്ചു. ഒരു നല്ല സുഹൃത്ത് മറ്റേയാളുടെ വിഷമം കണ്ടറിഞ്ഞ് പെരുമാറണം. ചോദിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ മറ്റേയാളെ ഉയർത്തുന്ന ആള് എപ്പോഴും ഒരു സൗഹൃദത്തിൽ അങ്ങനെയാണ്. അടുത്ത് നിൽക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ അപരന് ഉയർച്ചയുണ്ടാക്കുന്ന ആളാണ് സുഹൃത്ത്. നമ്മളെ താഴ്ചയിലേക്ക് വലിച്ചിടുന്ന ആൾക്കാരെ വല്ല ദുർഹൃത്തുന്നായിരിക്കണം വിളിക്കേണ്ടി വരിക, അല്ലെ? സുഹൃത്ത് എന്ന് പറഞ്ഞാല് നല്ലതിലേക്ക് നമ്മെ നയിക്കുന്നവര്, കൈപിടിച്ച് നടത്തുന്നവര്. അതുപോലെ തന്നെ നമ്മളുടെ സാന്നിധ്യവും എപ്പോഴും നമ്മളുടെ വാക്കുകളും പെരുമാറ്റവും പ്രവൃത്തിയും ഒക്കെ നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും ഒരുപോലെ സമാധാനവും സന്തോഷവും പകർന്നു തരുന്നതായിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കുചേല ദിനത്തില് അവില് സമർപ്പിക്കുന്നത്, വിഷ്ണു ക്ഷേത്രത്തിലും കൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ അവില് സമർപ്പണം ഒരു വലിയ വഴിപാട് തന്നെയാണ്. അവില് സമർപ്പിക്കൽ തന്നെയാണ് ചെയ്യണത് ശരിക്കും പറഞ്ഞാല് വാച്യാർത്ഥത്തില്. എങ്കിലും നമ്മുടെ സങ്കടങ്ങള്, ഇല്ലായ്മകള്, വേദനകള് ഒക്കെ അവിൽക്കഴിയായിട്ട് ഭഗവാന് സമർപ്പിക്കാൻ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തല് കൂടിയാണ്. ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്തിനും ഏതിനും ഒരു പരിഹാരം ഉണ്ടാവും. ഭക്തിയാണ് നമുക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഈ ഭക്തി എന്ന ഭാവം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മളിലെ നന്ദി ഭാവം ഉണരും. അതായത് ഇതെല്ലാം ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സാധിക്കുന്നത് എന്നുള്ളൊരു വിചാരം നമ്മളില് ഉണ്ടാവും. അപ്പൊ എന്തുണ്ടാവും? നമുക്ക് അഹങ്കാരം എന്നൊന്ന് നമ്മളില് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഭക്തി ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് നമ്മളിലേക്ക് തിരിച്ചു വരും, റിഫ്ലക്ട് ചെയ്യും എന്നുള്ളത്. അപ്പൊ ഭഗവാനിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ മതി. അപ്പൊ തന്നെ നമുക്ക് എന്താണ് വേണ്ടത് എന്നത് നമ്മളിലേക്ക് എത്തിച്ചേരും.
പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതാവില്ല നമുക്ക് കിട്ടുക, വിധിക്കുന്നതാവും നമുക്ക് കിട്ടുക എന്ന് പറയും അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ നന്മയ്ക്ക് എന്താണ് നല്ലത്, എന്താണ് വേണ്ടത്, നമ്മൾ എന്താണ് അർഹിക്കുന്നത്, അത് നമ്മളിലേക്ക് എത്തിച്ചേരും. നല്ല ബോധത്തോടെ ഭക്തിയോടെ കർമ്മങ്ങള് ധർമാനുസൃതം അനുഷ്ഠിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സമൃദ്ധി ഉണ്ടാവട്ടെ.